കാന്താരികളെ തേങ്ങ. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറണം എൻ്റെ പേടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല പേടിയാണ് ഫ്ലൈറ്റ്. അതെ, ആകെ മൊത്തത്തിലൊരു തരിപ്പായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ഫുഡും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് എൻ്റെ മൈൻഡ് ഒന്ന് ഡൈവേർട്ടായി. പക്ഷെ എനിക്കതൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഈ മനുഷ്യൻ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാവും. പിന്നെ മറ്റൊരു കോമഡി കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഇടി വെട്ടിയാനെ പാമ്പ് കടിച്ചു പറഞ്ഞ അവസ്ഥയായിരുന്നു. ഫ്ലൈറ്റ് പേടില്ല, എനിക്ക് വീണ്ടും വീണ്ടും ഫ്ലൈറ്റ് യാത്രകളായിരുന്നു. ഒരു ഫ്ലൈറ്റ് കയറി വേജാറ് മാറുന്നതിന് മുന്നേ അടുത്ത ഫ്ലൈറ്റ്. സോ നമ്മൾ ബാലി എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ടാക്സി എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്ത് പറയാം, നമുക്ക് ആ ലാംഗ്വേജ് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് നോ 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 എന്ന് മാത്രമാക്കി, വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. ലാസ്റ്റ് നമ്മളെ ചങ്ങായി ഒരു മാലയും കൊണ്ട് വന്നു. ഫ്ലൈറ്റ് കയറിൻ്റെ ഒരു ഹാങ് ഓവർ എനിക്ക് മാറിയത് കാറിൽ കയറിയപ്പോഴാണ്. കാരണം ചുറ്റുവട്ടം കാണാൻ അത്രയും അടിപൊളിയായിരുന്നു. തൽക്കാലം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. പക്ഷേ നോർത്ത് ഫുഡായിരുന്നു, അതെനിക്ക് പറ്റത്തില്ലായിരുന്നു. സോ എല്ലായിടത്തും പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോയി. റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി റിസോർട്ടായിരുന്നു. കാരണം ഒരു എന്താ പറയുക, ഒരു ക്ലാസി വിൻറ്റേജ് ലുക്കുള്ള ഒരു അടിപൊളി സ്ഥലം. ആൻഡ് ഐ ലവ് ദാറ്റ് കൈൻഡ് ഓഫ് പ്ലേസസ്. ഷോർട്സിന് ടൈം എന്നുള്ളൊരു പരിമിതി ഉള്ളതുകൊണ്ട് എനിക്കിത് ഫുൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഞാൻ അത്യാവശ്യം ഫുള്ളായിട്ട് എൻ്റെ കഴിവ് പുറത്തെടുത്തിട്ട് ഫുള്ള് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് വരെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലല്ലോ. സോ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബാഗും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ പുറത്തൊന്ന് ചുറ്റിക്കറങ്ങി നടന്നു. കാരണം നാളെ മുതൽ ചിലപ്പോൾ ഇത് ചുറ്റിക്കറങ്ങി കാണാനുള്ള സമയം നമുക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ നാളേക്ക് മാറ്റിയൊക്കെ നമ്മൾ ഇന്ന് തന്നെ കറങ്ങി തിരിഞ്ഞ് കണ്ടു. ആൻഡ് ഞാൻ നല്ലൊരു അടിപൊളി മാനം നോക്കിയാണ്. സോ ഞാൻ മാനം നോക്കി കുറേ നടന്നു. ആൻഡ് ഓൾസോ ഇവിടെ ഒരു പ്രത്യേക തരം പ്ലാന്റും അതിൻ്റെ ഫ്ലവറും, എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല. അത് നോക്കി നിന്നാൽ സമയം പോണതേ അറിയില്ല. സോ ഇതായിരുന്നു നമ്മുടെ വില്ല വന്നിട്ട്. ഇതിൽ നമുക്കൊരു സിറ്റ് ഔട്ട്, അവിടെ 2 ചെയറും കാര്യങ്ങളും 2 കുടയും, ചെറിയൊരു മഴയൊക്കെ ഉള്ള ടൈമായിരുന്നു. ഒരു വേസ്റ്റ് പിന്നും കാര്യം. നമ്മുടെ റൂം വന്നിട്ട് ഒരു അടിപൊളി ബെഡും, പിന്നെ അതിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ ആൻഡ് ഒരു TV പോയിന്റ്. പിന്നെ നമുക്ക് ചായ കോഫി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സെറ്റപ്പും ഒരു ബാത്റൂമും, ഒരു മിനിമൽ ആയിട്ടുള്ള ലക്ഷറിയസ് റൂം. സോ ബേസിക് ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പറയണം എനിക്കറിയില്ല. നമ്മൾ പിന്നെ രാത്രി പുറത്തിറങ്ങിയപ്പോൾ നൈറ്റ് വേറെ തന്നെ വൈബായിരുന്നു. കാരണം ആ പാത്തിലൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് വീണിട്ട് ഒരു എന്താ പറയുക, ഭയങ്കര രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.